ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നേരെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് മീൻകറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം ഞാനിപ്പോൾ ഇവിടെ മൺചട്ടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കൊരു 8 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 2 വലിയ കൊടംപുളി, ഇത്രയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 to 8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് അതിലെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതിൽ ഉള്ളിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 700 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ ഇടുക. ഞാനിപ്പോൾ ഇവിടെ അയില എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയും മതിയാവും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ. ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പച്ചമണം ഒക്കെ പോയി കഴിയുമ്പോൾ അത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. പിറ്റേ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.